ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ച 16ാമത്തെ ചോദ്യം. ശ്രദ്ധിച്ചേ, ഇത് വന്നിട്ടുള്ളത് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് നമ്മൾ പിക്ക് ചെയ്തതാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് തോന്നുന്ന കാര്യങ്ങൾ പിക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. പ്രതിശീർഷ വരുമാനത്തിലെ ബന്ധപ്പെട്ട ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഈസിയാണ്, പക്ഷെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് SCERT ചാപ്റ്ററും അതുപോലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സ്ട്രാ ഫാക്ട്സും കൂടെ നോക്കിയിട്ട് വേണം നിർത്താനായിട്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. വരുമാന വിതരണത്തിൽ പുരോഗതി ഇല്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ഇത് ശരിക്കും SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ നോക്കി വരുമ്പോൾ ഏറ്റവും താഴെയായിട്ട് അതായത് പ്രതിശീർഷ വരുമാനത്തിന് തൊട്ട് താഴെ ഒരു ചോദ്യമായിട്ട് അവർ ചോദിച്ച ചോദ്യമാണ്. അത് നമ്മളോട് PSC ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ മുകളിൽ വായിച്ചു നോക്കിയേ. An increase in per capita income without an improvement in income distribution indicates. ഓപ്ഷൻസ് നോക്കാം. മൊത്തത്തിലുള്ള ക്ഷേമത്തിലെ വർധനവ്, ക്ഷേമത്തില് ഒരു സ്വാധീനവുമില്ല, വരുമാനത്തിലെ അസമത്വം വർദ്ധിക്കുന്നു, ദാരിദ്ര്യം കുറയ്ക്കുന്നു. ക്വസ്റ്റ്യൻ എന്താ? ഇൻകം ഡിസ്ട്രിബ്യൂഷന് യാതൊരുവിധ പുരോഗതിയില്ല. അതായത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ മീൻസ് നമ്മള് എല്ലാവരിലേക്കും ഇൻകം എത്തിക്കുന്നില്ല, അവിടെ പുരോഗതി ഒന്നും ഇല്ലാതെ പ്രതിശീർഷ വരുമാനം കൂടുന്നു. പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം മീൻസ് എന്താണ്? ഓരോരുത്തർക്കും ലഭിക്കുന്ന ഓരോ ആൾക്കാരുടെയും വരുമാനം കൂട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. അപ്പൊ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നുണ്ട്, പക്ഷേ ഇൻകം ഡിസ്ട്രിബ്യൂഷന് യാതൊരു പുരോഗതി ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഒന്ന് ഊഹിച്ചു നോക്കിക്കേ. എന്തായിരിക്കും? ഈ പറഞ്ഞുകൂട്ട് തന്നെ മൊത്തത്തിലുള്ള ക്ഷേമത്തിന്റെ വർധനവാണോ? അല്ല. ക്ഷേമത്തിന് ഒരു സ്വാധീനവുമില്ല? അല്ല. ഇതുകൊണ്ട് ദാരിദ്ര്യം കുറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആകെയുള്ള ഒരു ഓപ്ഷൻ വരുമാന അസമത്വം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ടില്ല എന്ന് പറയുമ്പം പാവപ്പെട്ട ആൾക്കാരിലേക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ എത്തുന്നില്ല, ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിലേക്ക് മാത്രം പോകുമ്പോഴാണ് പ്രതിശീർഷ വരുമാനം കൂടുന്നത്. അതായത് അവരെപ്പോഴും റിച്ച് ആയിട്ട് നിന്ന് നിൽക്കുന്നുണ്ട്, അവരുടെ വരുമാനം കൂടുന്നുണ്ട്, പക്ഷേ എന്തുണ്ടാവുന്നില്ല? ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല ഇൻകത്തിന്റെ. അങ്ങനെ വരുമ്പം പാവങ്ങളും പണക്കാരും തമ്മിലുള്ള ആ ഒരു അസമത്വം വർദ്ധിക്കും. ഇതിനകത്ത് ആർക്കും സംശയമില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് നമ്മൾ 9ാം ക്ലാസ്സിലെ മാറിയ പാഠപുസ്തകത്തിനകത്ത് ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട്. അത് സെക്ഷൻ 2-നകത്താണ്, പാർട്ട് 2-നകത്താണ് ഇത് കിടക്കുന്നത്. അപ്പൊ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട ഈ ചാപ്റ്ററിനകത്ത് നമ്മുടെ അസംഘടിത തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട 1-2 ലോസ് UPSCക്കൊക്കെ ചോദിക്കുന്ന ലോസ് ഇപ്രാവശ്യം പുസ്തകത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം അല്ല, കഴിഞ്ഞ പ്രാവശ്യം 2024 9ാം ക്ലാസ് ചേഞ്ച് ആയത്. അതും കൂടെ പറഞ്ഞിട്ടേ നിർത്തത്തുള്ളൂ. ആദ്യം നമുക്ക് ദേശീയ വരുമാനം എന്താണെന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കാം. അതിനുശേഷം GDPയെ പറ്റിയിട്ടും ഒക്കെ നോക്കിയതിനു ശേഷം കറണ്ട് അഫയേഴ്സ് നോക്കാം. ശ്രദ്ധിക്കുക, എന്താണ് ദേശീയ വരുമാനം? നാഷണൽ ഇൻകം. ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം, ഇപ്പോഴത്തെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അതൊരു ചോദ്യമാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയിൽ കണക്കാക്കുന്നത്. അപ്പൊ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ഫൈനൽ പ്രോഡക്റ്റ്, അതായത് അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിലുള്ള മൂല്യമാണ് ആ രാജ്യത്തെ ദേശീയ വരുമാനം. ഇപ്പൊ രാജ്യത്ത് ഒരു വർഷം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഫൈനൽ ഗുഡ്സിന്റെയും സർവീസസിന്റെയും പണമൂല്യമാണ് ആ രാജ്യത്തിന്റെ എന്തെന്ന് പറയുന്നത് ദേശീയ വരുമാനം. ഇപ്പൊ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. എന്ന് നോക്കി, ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഫൈനൽ ഗുഡ്സ് അഥവാ അന്തിമ സാധനം. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്നും ഒന്നും ഉണ്ടാക്കിയിട്ട് അടുത്ത സാധനത്തിലേക്ക് പോകണ്ട, അസംസ്കൃത വസ്തുവല്ല, ഇത് എടുത്ത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം. അതാണ് ഈ അന്തിമ സാധനം എന്ന് പറയുന്നത്. അതെങ്കിൽ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ നമ്മൾ വേറൊരു പേരാ വിളിക്കുന്നത്, എന്താ? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഓർക്കുക, ഫൈനൽ ഗുഡ്സിനെയും സേവനങ്ങളെയും സർവീസസിനെയുമാണ് ഇവിടെ കൂട്ടുന്നത്, ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. അതിനെ പറ്റിയിട്ട് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഉണ്ടോ? രാജ്യത്തിന് എവിടെയൊക്കെയാണ് സാമ്പത്തിക വളർച്ച കുറയുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് കൂടുതലായിട്ട് വരുന്നത്?
സാമ്പത്തിക സ്ഥിതി നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേസ് എവിടെയാണ്, നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഇതിനൊക്കെ നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കാറുണ്ട്. ഇനി പ്രധാനമായിട്ടും നാഷണൽ ഇൻകം കണക്കാക്കുന്ന രീതി എന്ന് പറയുന്നത് ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി, പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു സാമ്പത്തിക വർഷം, ഏതാ സാമ്പത്തിക വർഷം? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖല. പ്രാഥമിക മീൻസ് അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ദ്വിതീയ മീൻസ് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടത്, തൃതീയ മീൻസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട്. ഈ മേഖലകളിലെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തത്തിലുള്ള പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്നതിനാണ് പ്രോഡക്റ്റ് മെത്തേഡ്. എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിന്റെ എല്ലാം പണമൂല്യം എടുക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ കാര്യത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയായിരിക്കും? X1 നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു X1 പ്ലസ് X2 പ്ലസ് X3 പ്ലസ് X4 പ്ലസ് എക്സെട്ര Xn. ഇവിടെ X1 X2 X3 X4 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിന്റെ മൂല്യമാണ് അവിടെ കൂട്ടുന്നത്. അതെല്ലാവർക്കും അറിയാം. ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ നമ്മുടെ ഉൽപാദക ഘടകങ്ങൾ ഇതൊക്കെ, അതായത് ഒരു കാര്യം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെ ഭൂമി വേണം, തൊഴിൽ വേണം, അധ്വാനിക്കണം, ക്യാപിറ്റൽ വേണം, ഒരു സംഘാടനം വേണം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ മോളിൽ പറഞ്ഞ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ, അല്ലെ മോളിൽ പറഞ്ഞ പ്രോഡക്റ്റ് മെത്തേഡ് നടക്കത്തുള്ളൂ. അപ്പൊ ഇതിനൊക്കെ എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. ഭൂമിക്ക് പാട്ടമുണ്ട്, അതുപോലെ അധ്വാനിക്കുന്നവർക്ക് വേതനം കൊടുക്കണം, മൂലധനം ക്യാപിറ്റലിന് പലിശയുണ്ട്, സംഘാടനത്തിന് ലാഭവും കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്താണോ കിട്ടുന്നത് അതാണ് വരുമാന രീതിയിലുള്ള നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. NI = R, പാട്ടം അഥവാ റെന്റ് പ്ലസ് വേജ് പ്ലസ് ഇൻകം പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ. ഇപ്പൊ രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപാദക ഘടകങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാൻ, അതായത് ഓരോ ഉൽപാദക ഘടകം മീൻസ് ഓരോരുത്തർക്കും, അതായത് ഓരോ മേഖലയ്ക്കും കിട്ടുന്നത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആയിരിക്കും, ഇൻകം മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നതാണ് മൊത്ത ദേശീയ വരുമാനം. ഗ്രോസ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത് ഈ ഒരു വരുമാന രീതിയിലൂടെ ആയിരിക്കും. മൂന്നാമത്തേതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതായത് ഈ പറയുന്ന സാമ്പത്തിക വർഷത്തിൽ തന്നെ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവുണ്ടായിരിക്കുമല്ലോ, അതിനെയെല്ലാം കൂടെ നമ്മൾ കൂട്ടുന്നു. അവിടെ സാധനങ്ങൾ കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവിനൊപ്പം നിക്ഷേപം അതിനെ ചെലവായിട്ടാണ് എടുക്കുന്നത്. അത് പ്രീവിയസ് ചോദ്യമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ എക്കണോമിക്സിനകത്ത് സാധനം സേവനം വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന്റെ കൂടെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യത്തില്ലേ, ആ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും കൂടെ എന്തിനകത്ത് കൊണ്ടുവരും? എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കൂട്ടും. നമ്മൾ ഇട്ടതായിരിക്കും പക്ഷെ എന്നാലും കൂട്ടും. ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവും അറ്റ കയറ്റുമതി മൂല്യവും ചേർന്നതായിരിക്കും രാജ്യത്തിന്റെ ആകെ ചെലവ്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കണം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് കാണുന്ന സമയത്ത് എന്തൊക്കെയാ ചെയ്യുന്നത്? ഈ പറഞ്ഞോട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്ട് വാല്യൂ, കയറ്റ് ഇറക്കുമതി കൂലിയൊക്കെ വരുത്തില്ലേ, അതെല്ലാം കൂടെ ചേരുന്നതായിരിക്കും എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം NI = C + I + G + X - M എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ചെലവ് രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് രാജ്യത്തിന്റെ മൊത്ത ദേശീയ ചെലവായിരിക്കും. ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ കണക്കാക്കുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ ആയിരിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മൾ +2 പഠിക്കുന്നുണ്ട്. അതിന്റെ കുഞ്ഞൊരു വേർഷനാണിത്. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ ആൻസർ എഴുതാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 രീതി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ മൊത്ത ദേശീയ വരുമാനം, അതുപോലെ ചെലവ് രീതി പ്രകാരം മൊത്ത ദേശീയ ചെലവ് അല്ലെ. ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞു, എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. ഈ കൂട്ടത്തില് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ട് പറഞ്ഞു, കൺസംഷൻ എക്സ്പെൻഡിച്ചർ പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പറഞ്ഞു, നെറ്റ് എക്സ്പോർട്ട് പറഞ്ഞു. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് കാര്യം ഇവിടെ കിടക്കുന്നത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ സർക്കാരിന്റെ ചെലവ് എന്തിനു വേണ്ടിയിട്ടാ? ജനക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. ജനങ്ങളുടെ ക്ഷേമം നടത്താൻ വേണ്ടിയിട്ട് ചെലവാക്കുന്നതാണ്. അത് സർക്കാർ ചെലവുകളെ നമ്മൾ പ്രധാനമായിട്ടും ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാറുണ്ട്, നോൺ ഡെവലപ്മെന്റൽ. അതായത് ക്ഷേമ പ്രവർത്തനം മീൻസ് ഒരു പുതിയ ഹോസ്പിറ്റൽ കെട്ടുന്നു. ആ പുതിയ ഹോസ്പിറ്റൽ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ അല്ലെ, അത് രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആണ്. ഇനി അല്ലാതെ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സഹായമായിട്ട് ആൾക്കാർക്ക് സബ്സിഡി അതും ഇതും എല്ലാം കൂടെ കൊടുത്തു, അത് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് നമുക്ക് ചെലവായി പോയതാണ്. അതുകൊണ്ട് ഒരു ഡെവലപ്മെന്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നില്ല. അപ്പം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിനെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്.
വികസന ചെലവുകളും വികസന ഇതര ചെലവുകളും. ഇനി കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു. ഇപ്പൊ ഉപഭോക്താക്കള് ഉപഭോഗത്തിനായിട്ട് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്ന മൊത്തം തുകയായിരിക്കും കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അതിനകത്ത് നമ്മൾ ഡോക്ടർക്ക് കൊടുക്കുന്ന ഫീസ് ഒക്കെ വരും കേട്ടോ, അതൊക്കെ സർവീസ് ആണ്. പഠിക്കാൻ കൊടുക്കുന്ന ഫീസ് അതൊക്കെ സർവീസ് ആണ്. ഇതൊക്കെ നമ്മൾ ആ ഒരു സാധനം സേവനം മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കും വേണം, നമ്മൾ എടുക്കുന്ന സേവനങ്ങൾക്കും നമ്മൾ കൂലി കൊടുക്കാറുണ്ട്. അതെല്ലാം ഉപഭോഗമാണ്. ദെൻ നിക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നിക്ഷേപിക്കുന്നത്, അതും ചെലവാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഭൂമിക്ക് വേണ്ടിയുള്ള ചെലവ്, യന്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവ്, ഇതൊക്കെ നിക്ഷേപ ചെലവുകളാണ്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. പിന്നെ നെറ്റ് എക്സ്പോർട്ട് ആണ്, അതായത് കയറ്റുമതി ഇറക്കുമതി എന്ന് പറയുമ്പോൾ കയറ്റുമതി മൂല്യം ഇറക്കുമതി മൂല്യം തമ്മിലുള്ള വ്യത്യാസം, അതാണ് എക്സ് മൈനസ് എം കൊണ്ട് സൂചിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞു നാഷണൽ ഇൻകത്തിനെ പറ്റി പറഞ്ഞു. ദെൻ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും മൊത്ത ദേശീയ ഉൽപ്പന്നവും എന്താണെന്ന് അറിയണം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും, GDPയും GNP. അവിടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമുക്ക് GDPയും GNPയും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു സാമ്പത്തിക വർഷം, ഏതാ സാമ്പത്തിക വർഷം? ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫൈനൽ ഗുഡ്സിന്റെയും സേവനങ്ങളുടെയും മൊത്തത്തിലുള്ള പണമൂല്യത്തിനെ നമ്മൾ GDP എന്ന് വിളിക്കും. അത് രാജ്യത്തിനകത്താണ്. അപ്പൊ ഒരു രാജ്യത്തെ ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതാണ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഭൂപ്രദേശത്തിനെയാണ് നമ്മൾ ഈ ആഭ്യന്തര അതിർത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ എന്തെടുക്കും? വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം ഒക്കെ അവിടെ വരും, ഇവിടെ വരില്ല. GDPക്കകത്ത് ഇതൊന്നും വരില്ല. GDPക്കകത്ത് അകത്ത് നടക്കുന്നത് മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്ന് നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്ന് വിദേശികളുടെയും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നും നേരിടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് GNP കിട്ടുന്നത്, മൊത്ത ദേശീയ ഉൽപ്പന്നം. ഇന്ത്യക്കാരെല്ലാം അവിടെ പോയി ഉണ്ടാക്കുന്ന പൈസ നമ്മൾ ഇങ്ങോട്ട് എടുക്കും, പക്ഷെ വിദേശ സ്ഥാപനങ്ങളോ വിദേശികളോ ഒക്കെ ഇന്ത്യയിൽ നിന്ന് നേടുന്ന വരുമാനം നമ്മൾ എടുക്കത്തില്ല. കാരണം ഇത് അവിടോട്ട് പോകുന്ന വിദേശികൾ ഇവിടെ ഉണ്ടാക്കുന്ന പൈസ അവർ അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ അത് നമ്മൾ എടുക്കില്ല, അവിടെ ഉള്ള ഇന്ത്യക്കാരുടെ എല്ലാം നമ്മൾ എടുക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ GNP എന്ന് വിളിക്കുന്നത്, മൊത്ത ദേശീയ ഉൽപ്പന്നം. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. പിന്നെ സാമ്പത്തിക അതിർത്തി, എക്കണോമിക് ടെറിട്ടറി ഓഫ് എ കൺട്രി പറഞ്ഞിട്ടുണ്ട്. എന്തിനെയാണ് നമ്മൾ ഈ യുദ്ധമൊക്കെ വരുന്ന സമയത്ത് സാമ്പത്തിക അതിർത്തി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇപ്പൊ വ്യോമ അതിർത്തി, ജലാതിർത്തി, ഇതെല്ലാം അതിർത്തിയാണ്. മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസി, ഹൈ കമ്മീഷണറുകൾ, രാജ്യത്തിന്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖല, മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം ധാതുക്കളൊക്കെ ശേഖരിക്കുന്നതിനോ അവകാശമായിട്ടുള്ള സമുദ്രഭാഗം, കസ്റ്റംസ് നിയന്ത്രണത്തിനുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്നതിനുള്ള ഫ്രീ സോൺ. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. ഇപ്പൊ മറ്റു രാജ്യത്ത് ഇപ്പൊ നമ്മുടെ എംബസി തന്നെ പല രാജ്യത്തും ഉണ്ട്, അതൊന്നും നമ്മുടെ അല്ല. എംബസി പ്രവർത്തിക്കുക, അതുകൊണ്ട് അവരുടെ എംബസി നമുക്കുണ്ട്, അതൊന്നും നമ്മുടെ അല്ല. അപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്ന് പറയുമ്പം നമുക്ക് കൃത്യമായിട്ടുള്ള വ്യോമാതിർത്തിയുണ്ട്, ജലാതിർത്തിയുണ്ട്. ഈ പറഞ്ഞതുകൂട്ട് തന്നെ മറ്റു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസി ഒക്കെ നമ്മുടെയാണ്, ഹൈ കമ്മീഷനുകൾ നമ്മുടെയാണ്. നമുക്ക് കൃത്യമായിട്ട് മത്സ്യബന്ധനം നടത്താനുള്ള ഏരിയ ഉണ്ട്, അവിടെ കിടക്കുന്ന ഇന്ധനം നമ്മുടെയാണ്, ധാതുക്കൾ നമ്മുടെയാണ്. പക്ഷെ അതിന് പുറത്തേക്ക് പോയാൽ മറ്റു രാജ്യങ്ങളുടെയാണ്. അതാണ് സാമ്പത്തിക അതിർത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ഇനി നോക്കിക്കേ, എന്താണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ NNP? ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. NNP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്ത ദേശീയ ഉൽപ്പന്നം ഉണ്ടല്ലോ, നമ്മുടെ GNP, അതിൽ നിന്നും ഡിപ്രിസിയേഷൻ കോസ്റ്റ് കുറയ്ക്കുക, തേയ്മാന ചെലവ് കുറയ്ക്കുക. നമുക്കൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പം ആ ഒരു വർഷം ഉപയോഗിച്ചുകൊണ്ട് അതിന് പ്രവർത്തനക്ഷമത വരും. അതുകൊണ്ട് ഏതൊരു വസ്തു ഉപയോഗിക്കുമ്പം നമ്മൾ ആ 10,000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഒരു വർഷം കഴിഞ്ഞിട്ട് 10,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. അതിന്റെ ഡിപ്രിസിയേഷൻ കോസ്റ്റ് നമുക്ക് കുറയും. അങ്ങനെ കുറയ്ക്കുന്നു. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാനത്തിന്റെ ചെലവ് കുറച്ചാൽ കിട്ടുന്നതായിരിക്കും അറ്റ ദേശീയ ഉൽപ്പന്നം, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം തേയ്മാന ചെലവ് കുറഞ്ഞിട്ടായിരിക്കും പിന്നെ ചിലപ്പോൾ 9,500 രൂപ, അപ്പൊ 500 രൂപയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം കുറഞ്ഞു. ഓക്കെ, അതിന്റെ ബാക്കി 9,500 രൂപയായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ പ്രതിശീർഷ വരുമാനം, അതാ പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യമാണ് പെർ ക്യാപിറ്റ ഇൻകം. അതായത് നമ്മുടെ ദേശീയ വരുമാനം എത്രയാണോ അതിനെ രാജ്യത്ത് എത്രയോ ജനസംഖ്യ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് പ്രതിശീർഷ വരുമാനം. അല്ലാതെ ഓരോരുത്തരും പോയിട്ട് ജോലിയില്ലാതെ, ഇപ്പൊ നമ്മൾ മനസ്സിലേക്ക് ചിന്തിക്കുന്നത് എന്താ, ഓരോരുത്തരുടെയും പെർ ക്യാപിറ്റ ഇൻകം അങ്ങനെയല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ജോലി ഇല്ലാത്ത ആൾക്കാർ കാണില്ലേ, അവർക്ക് വരുമാനമൊന്നും ഇല്ലല്ലോ. അപ്പൊ അവരുടെയും കൂടെ കൂട്ടിയിട്ടാണോ നമുക്ക്, അങ്ങനെയാണ് എല്ലാവർക്കും സംശയം വരുന്നത്, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക്. പ്രതിശീർഷ വരുമാനം അങ്ങനെയല്ല. ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകം എടുത്താൽ
അതിനെ ആ രാജ്യത്തെ ടോട്ടൽ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. അപ്പൊ രാജ്യത്തെ ആകെ ജനസംഖ്യ ദേശീയ വരുമാനത്തെ അപേക്ഷിച്ചിട്ട് വർദ്ധിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രതിശീർഷ വരുമാനം കുറയും, അല്ലെ? രാജ്യത്തിന് ഉയർച്ചയുണ്ടോ? അതായത് നമ്മുടെ മറ്റു രാജ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ GDP റേറ്റ് കൂടുന്നുണ്ട്, പക്ഷെ പെർ ക്യാപിറ്റ ഇൻകം കുറഞ്ഞാണ് നിൽക്കുന്നത്. കാരണം എന്തായിരിക്കും? നമ്മുടെ ജനസംഖ്യ കൂടുതലായതുകൊണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യത്തിന്റെ പെർഫോമൻസ് കുറവുണ്ടെന്നോ നമുക്ക് വളർച്ചയില്ലെന്നോ അല്ല, നമ്മുടെ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യും? കുറഞ്ഞതായിട്ടേ കാണിക്കത്തുള്ളൂ. അതുപോലെ രാജ്യത്ത് കുറച്ച് ആളുകൾക്കിടയിൽ മാത്രം വരുമാനം വർദ്ധിച്ചാൽ പ്രതിശീർഷ വരുമാനത്തിനുണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? ഉറപ്പായിട്ടും പ്രതിശീർഷ വരുമാനം കാണിക്കും, പക്ഷെ എല്ലാവരിലേക്കും എത്തുമോ? പാവങ്ങളും പണക്കാരും തമ്മിലുള്ള അന്തരം കൂടും. നമ്മളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? വരുമാന വിതരണത്തിൽ പുരോഗതി ഇല്ലാതെ പ്രതിശീർഷ വരുമാനത്തിൽ വർധനം ഉണ്ടായാൽ അതിന്റെ അർത്ഥം എന്താ? വരുമാനത്തിൽ അസമത്വം വർദ്ധിക്കുന്നു. കാരണം ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ ഒരുപാട് പെർ ക്യാപിറ്റ, അതായത് ഇഷ്ടംപോലെ പൈസ വരുന്നുണ്ട്, എന്നാൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. അപ്പം പാവങ്ങളും പണക്കാരും തമ്മിലുള്ള അന്തരം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ 1-2 കാര്യങ്ങൾ കിടപ്പുണ്ട്. ആ കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്തിയേക്കാം. കണ്ട സ്ഥിതിക്ക് ഈ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഈ സംഘടിത തൊഴിലാളി, അസംഘടിത തൊഴിലാളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് PSCയുടെ പണ്ടത്തെ ഒരു ചോദ്യമാണ്. പണ്ടത്തെ മേഖല പഠിക്കാനുണ്ടായിരുന്നു. സംഘടിതമായിട്ടുള്ള തൊഴിലാളികളും ഉണ്ട്, അസംഘടിത തൊഴിലാളികളും ഉണ്ട്. അതായത് കൃത്യമായിട്ടുള്ള ആക്ട് ഒക്കെ ഫോളോ ചെയ്യുന്ന, കൃത്യമായിട്ട് നിയമത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള തൊഴിലാളി യൂണിയനാണ് ഓർഗനൈസ്ഡ്. ഇനി അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് അവർക്ക് മുകളിലേക്ക് ഒരു ട്രേഡ് യൂണിയനോ അങ്ങനെയൊന്നും ഇല്ലാത്തവരെയാണ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്, അവിടെ ജോലി ചെയ്യുന്നവരെന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് സ്ഥിരമായിട്ടൊരു ജോലിയോ ശമ്പള കൂടുതലോ തൊഴില് എപ്പോൾ വേണമെങ്കിലും പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊയ്ക്കോണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് 1-2 നിയമങ്ങൾ എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? ഇന്ത്യയിലുണ്ട്. അതിനകത്ത് ഒന്നാണ് അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം 2008. അസംഘടിത തൊഴിലാളികളുടെ ദ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008 എന്ന് പറയുന്നത്. അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവാനുകൂല്യം, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ആര് അധികാരം കൊടുക്കുന്നു? ഈ ഒരു ആക്ട് അധികാരം കൊടുക്കുന്നു. ഓർത്ത് വെച്ചേക്കാം. 2, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020, സാമൂഹ്യ സുരക്ഷാ കോഡ് പഠിച്ചു വെക്കണം. സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമമാണ് സാമൂഹ്യ സുരക്ഷാ കോഡ് 2020. ഇപ്പൊ സ്വയം തൊഴിലേർപ്പെടുന്നവരായിക്കോട്ടെ, വീട്ടു ജോലിക്കാര്, ദിവസവേതനക്കാര്, അതിഥി തൊഴിലാളികള്, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവരെല്ലാം ഈ ആനുകൂല്യത്തിൽ വരുന്നവരാണ്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങള്, അപകട ഇൻഷുറൻസ്, പ്രസവാനുകൂല്യം, സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങള്, വാർദ്ധക്യകാല സംരക്ഷണം എന്നിവ ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പൊ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളി എന്ന് പറഞ്ഞു, അതാരാ നോക്കി? സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കാം. ഈ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നത് പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തി, നമ്മുടെ സ്വിഗ്ഗിയിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ. അപ്പം സവിശേഷത, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കും. താൽക്കാലികം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട തൊഴിലായിരിക്കും ഇത്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാം. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്ന് സമ്പദ്ഘടനയുടെ ഒരു പ്രധാന വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഫ്രീലാൻസേഴ്സ്, സ്വതന്ത്ര കോൺട്രാക്ടർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യ വിതരണ തൊഴിലാളി, ഡ്രൈവേഴ്സ്, ഇതെല്ലാം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണമായിട്ട് ഈ ഒരു 2020 സാമൂഹ്യ സുരക്ഷാ കോഡ് പ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. സംശയമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ GDP പെർ ക്യാപിറ്റ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ 2-3 കറണ്ട് അഫയേഴ്സ് പറയാം. ഒന്നാമത്തത്, പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 2024-25 പെർ ക്യാപിറ്റ ഇൻകം കൂടി നിൽക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ്. നേരത്തെ ഇത് കർണാടകയും ഹരിയാനയും ആയിരുന്നെങ്കിൽ ഇപ്പോഴാണ് ഈ വർഷം 2024-25 കണക്കനുസരിച്ച് ആരാണ് PCI പെർ ക്യാപിറ്റ ഇൻകം അഥവാ മലയാളം ഒന്ന് നോക്കട്ടെ, മലയാളം മതമായി പ്രതിശീർഷ വരുമാനത്തില് മുന്നിൽ നിൽക്കുന്ന ആരാണ്?
തെലങ്കാനയാണ്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ഒരെണ്ണമാണ് വേൾഡ് GDP റാങ്കിങ് 2025 നിലവിൽ വന്ന സമയത്ത് മുമ്പിൽ നിൽക്കുന്നത് വേൾഡ് GDP ആണ്. GDP ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന 2025 കണക്കനുസരിച്ച് ആരാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്, അമേരിക്ക തന്നെയാണ്. ഏകദേശം GDP ഡോളറിൽ 30.50 ട്രില്യൺ ആണ് അവരുടെ GDP എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. അപ്പൊ ഇന്ത്യക്കൊപ്പം സ്ഥാനം വരുന്നത് ജപ്പാനും ഉണ്ട്. അതുപോലെ IMFന്റെ റിപ്പോർട്ട് പ്രകാരം 2027-28 കൂടിയിട്ട് ജർമ്മനിയാണ് 4ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് എക്കണോമിക്കലി വളർന്നു വരും എന്നാണ് ഇന്ത്യൻ മോണിറ്ററി ഫണ്ടിന്റെ പുതിയ റിപ്പോർട്ട്. അപ്പൊ IMF project India will overtake Germany by 2028 to become the third largest economy. ടോപ്പ് 5 എക്കണോമീസ് നോക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ USA, 2 ചൈന, 3 ജർമ്മനി, 4 ഇന്ത്യ, ജപ്പാൻ ആണ്. അപ്പം 2028 ജർമ്മനിയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ 3rd റാങ്കിലേക്ക് വരുമെന്നാണ് റിപ്പോർട്ട്. അപ്പൊ നോക്കിക്കേ, GDP റാങ്ക് 4th ആണ്. നോമിനൽ GDPയും റിയൽ GDPയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോമിനൽ GDP 4.19 ട്രില്യൺ ആണ്. നോമിനൽ GDP അറിയാലോ, ഇൻഫ്ലേഷൻ ഒന്നും കണക്കാക്കാതെ എടുക്കുന്നത്. 4.19 ട്രില്യൺ ആണ് ഇന്ത്യയുടെ നോമിനൽ GDP ഗ്രോത്ത് 2024-25 6.5% ആണ്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഡോളറിൽ 2934 ആണ് ഇന്ത്യയുടെ. നമ്മുടെ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് അഗ്രികൾച്ചർ, മോഡേൺ ട്രഡീഷണൽ, IT, ടെക്, അതുപോലെ ഹാൻഡിക്രാഫ്റ്റും ബിസിനസ് ഔട്ട്സോഴ്സിംഗും ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നോക്കി വെച്ചേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.